ശ്രദ്ധിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 71. ഒരു ഡിസ്റ്റർബൻസ് പറ്റില്ലേ. Which of the following pairs of the items would appear on the same side of the trial balance? Trial balance le group 1 group 2 rule ആണ്. എക്സ്പെൻസും ലോസും അസറ്റ് ഒക്കെ ഡെബിറ്റ് സൈഡ് ബാലൻസ് ഉണ്ടാവുക. ഗ്രൂപ്പ് 2ൻ്റെ ഒക്കെ ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാലോ. ഡ്രോയിങ്സ് ആൻഡ് അക്രൂവൽസ്, carriage outwards and prepayments, carriage inwards and rental income, opening inventory and purchase returns. ഇതിൽ ഏതാണ്? Which of the following pairs of the items would appear on the same side of the trial balance? സെയിം സൈഡ് ഏതാ വരാം? ഡ്രോയിങ്സും അക്രൂവൽസും വരുമോ? ഡ്രോയിങ്സ് എന്താ? എക്സ്പെൻസ്. അക്രൂവൽസ് എന്താ? ലയബിലിറ്റി. അപ്പോൾ സെയിം സൈഡാണോ? അല്ല. രണ്ടാമത്തത് കാരേജ് ഔട്ട്വേർഡ്സ് ആൻഡ് പ്രീപേയ്മെന്റ്സ് വരുമോ? നമ്മൾ കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്ന എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും രണ്ടും സെയിം കാറ്റഗറി അല്ലേ? കാരേജ് ഔട്ട്വേർഡ് എക്സ്പെൻസാ, പ്രീപേയ്മെന്റ്സ് അസറ്റാണ് അല്ലേ? രണ്ടും ഡെബിറ്റ് സൈഡ് തന്നെ വരും അല്ലേ? അപ്പം എന്താണ് ആൻസർ? ബി ആണ്. ഓക്കെ അല്ലേടോ? അടുത്തത് 104. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Which of the following explains the impress system of operating petty cash book? Weekly expenditure cannot exceed a set amount. അങ്ങനെയാണോ? അല്ല, എക്സീഡ് ചെയ്ത് എന്ത് ചെയ്യും? അത് തിരിച്ചു വെക്കും അല്ലേ? The exact amount of expenditure is reimbursed at intervals to maintain a fixed float. അതല്ല ആൻസർ? ഓക്കെ അല്ലേ? ബി ആണ്. ബാക്കിയുള്ളതും വെറുതെ നോക്കാലോ. ഓൾ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് മസ്റ്റ് ബി പ്രോപ്പർലി ഓത്തറൈസ്ഡ്. Regular equal amounts of cash are transferred into petty cash at intervals. See, ഇതിലൊക്കെ ഇംപ്രസ്ഡ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ഇതാണ് അല്ലേ? ഫിക്സ്ഡ് ഫ്ലോട്ട് എന്നുള്ളത്. അതായത് ഒരു എമൗണ്ട് നമ്മൾ പെറ്റിക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ എന്ത് ചെയ്യണം? എപ്പോഴും ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതിനാണ് ഫിക്സ്ഡ് ഫ്ലോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതിനാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സ്ഡ് ഫ്ലോട്ട് എന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് കീപ്പ് ചെയ്യുന്ന ആ ഒരു ഫിക്സ്ഡ് എമൗണ്ട്. ക്ലിയർ? ഇപ്പം $2,000 ആണെങ്കിൽ $2,000 പെറ്റിയിൽ എന്ത് ചെയ്യും? നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യും. എന്നിട്ട് എന്തൊക്കെ അതിൽ നിന്ന് മൂവ്മെൻറ്റ്സ് ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യും? റീഇംബേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ തിരിച്ചു വെക്കും. അണ്ടർസ്റ്റുഡ്? 105 ആണ് അടുത്തത്. You are given the following figures for sales and receivables. Receivables at the year end ഇത്രയാണ് അല്ലേ? അതായത് 2006 അത് എന്തായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. 2007 എന്തായിരിക്കും? ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. സെയിൽസ് എത്രയുണ്ട്? 697,104. ടോട്ടൽ ക്യാഷ് റിസീവ് ഫ്രം കസ്റ്റമേഴ്സ് അത്രയും എമൗണ്ട്. സ്പെസിഫിക് അലവൻസ് ഫോർ റിസീവബിൾസ് അത്രയും എമൗണ്ട്. ഇറക്കവറബിൾ ഡെപ്റ്റ്സ് റിട്ടേൺ ഓഫ് അത്രയും എമൗണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുവാണ്. നമ്മളൊരു റിസീവബിൾസിൻ്റെ ലെഡ്ജർ വരച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് സൈഡ് അതിനെ കൂട്ടുന്ന എല്ലാ ഐറ്റംസും വരും അല്ലേ? ക്രെഡിറ്റ് സൈഡ് എന്ത് വരും? അതിനെ കുറക്കുന്ന ഐറ്റംസ് വരും. ഈ ലോജിക്ക് ക്ലിയർ അല്ലേ? ഇപ്പം ലോജിക്ക് പ്രകാരം 2006 ബാലൻസ് ആണ് എന്ത്? ബാലൻസ് ബ്രോട്ട് ഫോർവേഡ്. അത് തന്നിട്ടില്ലേ? ഫില്ല് ചെയ്യുക. എത്രയാണ്? 69,472. ഓക്കെ. ഇനി ക്ലോസിംഗ് ബാലൻസ് അവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അതും നമുക്ക് ഫില്ല് ചെയ്തൂടെ? ബാലൻസ് ക്യാരിഡ് ഫോർവേഡ്. ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് ഡെബിറ്റ് ആണെങ്കിൽ ക്യാരിഡ് ഫോർവേഡ് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? എത്രയാണ്? 74,963. സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ എത്രയാണ്? 697,104. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എത്രയാണ് ക്യാഷ് കിട്ടിയത്? ക്യാഷ് എന്താക്കും? ഇവിടെ ക്യാഷ് എന്താക്കും? റിസീവബിൾസിനെ കുറക്കും
അല്ലേ? എന്തോ ഒരു കഷ്ടം. ക്യാഷ് റിസീവബിൾസിനെ കുറക്കൂലേ? എത്രയാണ്? 686,912. അത്തും വിത്തുമായതിന് എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് കുറച്ചു. പിന്നെന്താണ് വരുന്നത്? അലവൻസ് ഫോർ റിസീവബിൾസ് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 1578 നിന്ന് 2014 ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ മൂവ്മെന്റ്സ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? ഐ ഡിയിലും അലവൻസിലും മാത്രമാണ്. അത് റിസീവബിൾസിൽ വരുമോ? ഇല്ല. റിസീവബിൾസിൽ എന്താണ് വരിക? റിട്ടേൺ ഓഫ് ചെയ്ത സാധനം. അണ്ടർസ്റ്റുഡ്? റിട്ടേൺ ഓഫ് ചെയ്യുമ്പോൾ എന്താവുന്നത്? അലവൻസ് കുറയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ കാണിക്കുക എത്രയാണ് റിട്ടേൺ ഓഫ്. ഐ ഡി റിട്ടേൺ ഓഫ് എത്രയാണ്? 1697. അണ്ടർസ്റ്റുഡ്? നമ്മളോട് എന്താ പറയുന്നത്? സെയിൽസ് റിട്ടേൺ എന്താണെന്നാ ചോദിക്കുന്നത്. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ബാക്കി എല്ലാം കിട്ടിയില്ലേ? അപ്പോൾ ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്ത്? സെയിൽസ് റിട്ടേൺ. മനസ്സിലായിനായിരിക്കെങ്കിലോ? മനസ്സിലാവാണ്ടുണ്ടായിരിക്കെങ്കിലും? എടാ, ഈ തന്നതൊക്കെ ക്വസ്റ്റ്യനിലുള്ളതാ എല്ലാം, എക്സെപ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച കാര്യം സെയിൽസ് റിട്ടേൺ മാത്രമില്ല. മനസ്സിലായ? സെയിൽസ് റിട്ടേൺ അടിക്കുമ്പോൾ റിസീവബിൾസ് കുറയൂലേ? അപ്പോൾ എന്തായാലും അത് ക്രെഡിറ്റ് സൈഡാന്ന് നമുക്കറിയാം, പക്ഷെ എമൗണ്ട് അറിയത്തില്ല. അപ്പം എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, സെയിൽസ് ഡെബിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺസ് എവിടെ ആയിരിക്കും? ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും, കുറക്കാൻ വേണ്ടിയിട്ട്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേടോ? ഇത് വേഗം ചെയ്യും, അല്ലെങ്കിൽ വേണ്ട, അടുക്കായിട്ടില്ല, ഒപ്പരം ചെയ്യും. അപ്പം അതങ്ങനെയാണ് കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റർ എടുക്കണോ? എത്ര? ഇവിടെ എത്ര അപ്പം ടോട്ടല്? 0 1040. ഇത് ചെയ്തതിൽ ഡൗട്ട് ഉണ്ടോ? ഇതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. കാരണം എന്താ? ഒന്നും നമ്മൾ ചേർക്കൂല. നമ്മൾ ഇവിടെ ബാക്കിൽ തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് സ്ട്രൈക്ക് ചെയ്ത് ചിലപ്പോൾ കുടിച്ചതിന് ശരിയാവുമായിരിക്കും. ഞാൻ ഇന്നലെ ഉറങ്ങാണ്ട് സീരിയലും കണ്ടിരുന്നു. ഉറങ്ങീനെ 3 മണിക്കെത്തും. ഓക്കെ, ശ്രദ്ധിക്കാ. ഇനി ചെയ്യില്ല, നിർത്തി. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയാ? ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് 397. ബ്രോട്ട് ഫോർവേഡ് എത്രയാണ്? 397 അല്ലേ? ഇനി ഞാൻ പറഞ്ഞു, ആ ഒരു വിൽക്കുന്ന അസറ്റിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് നിന്ന് ക്യാരിങ് എമൗണ്ട് മൈനസ് ആക്കിയേ കിട്ടും അല്ല? എത്രയാണ്? നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചിരുന്നല്ലോ, 43,000. അത് എവിടത്തേക്കാണ് പോകുന്നത്? ഡിസ്പോസൽസിൽ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? പറഞ്ഞിട്ടില്ലേ 3 0 ഇഗ്നോർ ചെയ്യണോ? ഓക്കെ, 43. ഇതിൽ ഡൗട്ടില്ല. ഇനി ഡിസ്പോസൽസ് അക്കൗണ്ടിൽ നമ്മൾ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? അസറ്റിൽ നിന്ന് എത്ര കൊണ്ടുവന്നു? 80 കൊണ്ടുവന്നു അല്ലേ? അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? ക്യാൻസൽ ചെയ്തത് 43 അല്ലേ? ക്യാഷ് നമുക്ക് എത്ര കിട്ടി? 49. ഗെയിൻ ഓൺ ഡിസ്പോസൽ എത്രയാ? എത്ര കിട്ടുന്നത്? ഉറപ്പാ? ഇവിടെ 80 92 ഗെയിൻ ഓൺ ഡിസ്പോസൽ എത്ര? ഓക്കെ, ഇക്കൊല്ലത്തെ ഡിപ്രീസിയേഷൻ എത്രയാ?
ഡൗട്ട് ഉണ്ടോ? 10% എന്തുണ്ട് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ഇവിടെ ബാക്ക് കേൾക്കുന്നുണ്ടോ? ശരിയാവേ? പ്രശ്നം എങ്ങനെ ശരിയാവും? 10% ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലേ? ഇപ്പം 10% ഡിപ്രീസിയേഷൻ കാണിച്ച എത്രയാണ്? 96. റിമൈനിങ് ബാലൻസ് എത്ര കിട്ടുന്നത്? വേമ്പറ ഉറപ്പന്നല്ലേ? ഉറപ്പന്നല്ലടാ? എത്ര കിട്ടുന്നത്? അപ്പം 450. ടോട്ടൽ കോൾ എത്രയാ? 450 പ്ലസ് 43 493 അല്ലേ? അപ്പം ക്യാരിയിങ് വാല്യൂ ശരിക്കും എത്രയായിരിക്കും? എസറ്റിൻ്റെ 960 അല്ലേ? എസറ്റ് ഇപ്പം ടോട്ടൽ എത്രയല്ലേ ഉള്ളത്? മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയാണ് കണ്ടുപിടിച്ചത്? 450. എത്രയാണ് ക്യാരിയിങ് വാല്യൂ? 510 അതന്നെയാണോ ബാക്ക് ആൻസർ? ഓക്കെ, സംഭവം ക്ലിയർ അല്ലേ? അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോക്കാൻ പറ്റുള്ളൂ. ഇനി എടാ, നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഇതിനാണ് ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സാധനം ജനറൽ ലെഡ്ജറാ. കാരണം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ ഏത് എസറ്റാന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. കുറേ എസറ്റ് വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, എല്ലാം കൂടി എന്തിലായിരുന്നേ? ഒറ്റൊരു അക്കൗണ്ടിലല്ലേ? അതാണ് ജനറൽ ലെഡ്ജർ. മനസ്സിലായോ? വേറെ കീപ്പ് ചെയ്യുന്നത് എന്താ? അസറ്റ് രജിസ്റ്റർ. അതിലും ഒട്ടാകുള്ളത് തന്നെ, പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും അതിലുണ്ടാവുക. അതായത് എഡിഷൻസ് എത്രയാണ്, ഡിപ്രീസിയേഷൻ എത്രയാണ് കാണിച്ചത്, എത്രയാണ് റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസ് ഉണ്ടായത്, ഇതൊക്കെ എന്ത് ചെയ്യും? അതിലേക്ക് എടുക്കും. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് കൂടുന്നതും കുറയുന്നതും മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ ഡിപ്രീസിയേഷൻ എടുക്കുന്നുണ്ടോ? എമോർട്ടൈസേഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. 171 ലാസ്റ്റ് ഞാൻ പറയും. അപ്പോൾ പറ്റുന്നതാണ് ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. തിരിച്ച് വന്നാലും കുഴപ്പമില്ല കേട്ടോ. കൺട്രോൾ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ അത് വന്ന് നോക്കിയാൽ മതി. റെക്കോർഡിങ്സ് യൂട്യൂബിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Question number 195. Which of the following statement? പഠിക്കണേ, പഠിക്കാണ്ടെന്ന തിയറി ഒന്നും എഴുതാനൊന്നും കഴിയില്ല. Which of the following statement is correct? If the revaluation model is used for property, plant and equipment, revaluation must subsequently be made with sufficient regularity to ensure that the carrying amount does not differ materially from the fair value of each reporting date. Statement 2. When an item of property, plant and equipment is revalued, there is no requirement that the entire class of asset to which it belongs to must be revalued. അങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചത്? എല്ലാ ബിൽഡിങ്സ് ആണ് റീവാല്യൂ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ബിൽഡിങ്സും ഒന്നിച്ച് റീവാല്യൂ ചെയ്യണം. ലാൻഡ് ആണ് റീവാല്യൂ ചെയ്യുന്നതെങ്കിൽ എല്ലാ ലാൻഡും ഒന്നിച്ച് റീവാല്യൂ ചെയ്യണം. അപ്പോൾ സെയിം ക്ലാസ് ഓഫ് അസറ്റ്സ് എപ്പോഴും ഒന്നിച്ച് തന്നെ റീവാല്യൂ ചെയ്യണം. അവിടെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇനി ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്?
എപ്പോഴും ഫെയർ വാല്യൂക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിംഗ് ഡേറ്റിൽ എത്രയാണോ എമൗണ്ട് അതിന് ക്ലോസ് അപ്രോക്സിമേഷൻ ആയിരിക്കണം അല്ലേ. അത് തന്നെയാണ് റീവാലുവേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, മറ്റേത് എന്താണ്, ഫാൾസ് ആണ്. ക്ലിയർ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ. (208) Geranium is engaged in the following research and development projects. Nikile? Okay, first one. Project 1 is applying a new technology to the production of heat resistant fabric. On completion, the fabric will be used in the production of uniforms for emergency services. Geranium has sufficient resources and the intention to complete the project. Pirate criteria എന്തുണ്ട്? എവിടൊക്കെയോ സാറ്റിസ്ഫൈഡ് ആവുന്നില്ലേ? അപ്പം അസറ്റ് ക്യാപിറ്റലൈസ് ചെയ്യുമോ ഇല്ലയോ? ചെയ്യൂലേ? ചെയ്യും. ഓക്കെ അല്ലേ? രണ്ടാമത്തത്, Project 2 is testing whether a particular substance can be used as an appetite suppressant. Appetite suppressant എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഗുളിക. If this is the case, it is expected to be sold worldwide in chemists and pharmacies. ഇവിടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തത് പറയുന്നുണ്ടോ? പറയുന്നുണ്ടോ? പൈററ്റിൽ എന്തെങ്കിലും ഒന്നും ഇട്ടുണ്ടോ? ഇല്ല. അപ്പം എന്തല്ല, റിട്ടേൺ ഓഫ് ആസ് എൻ എക്സ്പെൻസ്. ക്ലിയർ? എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ ടിക്ക് ബോക്സ് ഉണ്ടാവും. അതിലെന്ത് ചെയ്യും? നിങ്ങൾ ക്ലിക്ക് ചെയ്യും. ഇവിടെ കേട്ടിനാ, ഇവിടെ ആരോ കുശൂശു ആക്കുന്നുണ്ട്. നമുക്ക് സൗണ്ട് എടുത്താൽ നമുക്ക് തലവേദന കൂടും, അതുകൊണ്ട് ഞാൻ സൗണ്ട് എടുക്കട്ടെ. കിട്ടുവേ? ഓക്കെ, ശ്രദ്ധിക്കാം. തേർഡ് പ്രോജക്റ്റ്. Project 3 is developing a material for use in kitchens which is self-cleaning and germ-resistant. A competitor is currently developing a similar material, and for this reason, Geranium is unsure whether the project will be completed. Unsure എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? എക്സ്പെൻസ് ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഉണ്ടായിരിക്കെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ 209 തന്നെയാണ്. 209, 213. Oh. 209. ശ്രദ്ധിക്കുക. മേരിയറ്റ് കമ്പനി എൻഗേജ്ഡ് ഇൻ എ നമ്പർ ഓഫ്, ഇത് യൂട്യൂബിൽ ഉണ്ടാവും, നിങ്ങൾ ഇപ്പോഴേ എഴുതണ്ട, സ്വന്തമായിട്ട് പോയിട്ട് ട്രൈ ചെയ്യുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ മാത്രം അവിടെ നോട്ട് ചെയ്തോ. സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക, കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ വീഡിയോ നോക്കണ്ടേ. Merlot company is engaged in the number of research and development projects during the year ended 31st December 2005. Year end എപ്പോഴാണ്? ഇപ്പോഴാണ്. Project A, a project to investigate the properties of a chemical compound. Cost incurred on this project during the year ended 31st December 2005 were 34,000. The amount should be expensed to SOPL and other comprehensive income in respect of Project A in the year 31st December 2005. അല്ലേ? അപ്പോൾ പ്രോജക്റ്റ് എന്തായിട്ടുണ്ട്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ആണ്. കുറേ തരത്തിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. പ്രോജക്റ്റ് എയിലെ ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ത് നടക്കുന്നത്? പ്രോപ്പർട്ടീൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അതെന്ത് സ്റ്റേജാണ്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേജാണ്? ഏതാണ്? റിസർച്ച് ആണ് അല്ലേ? അത് ഏത് വരെ ഉണ്ട്? 31st December വരെ ഉണ്ട്. അപ്പം എന്ത് ചെയ്താ? അത് മൊത്തമായിട്ട് റിസർച്ചായിട്ട് SOPL കൊടുക്കുക. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? എന്താ ആൽവിൻ ഒരു കൺഫ്യൂഷൻ? ക്ലിയറാ? റിസ്വാൻ, മിച്ചു, എടാ ഇവർ ചോദിക്കുന്നത് SOPL എന്താണ് എക്സ്പെൻസ് ആക്കേണ്ടതെന്നാ അല്ലേ? SOPL എക്സ്പെൻസ് എന്താ ആക്കേണ്ടത്? മേർലറ്റ് കമ്പനി എപ്പോഴാണ് ചെയ്യുന്നത്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് 31st December 2005 ചെയ്യുന്നത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രോജക്റ്റിനെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ കറൻ്റ്ലി നടക്കുന്നുണ്ട് അല്ലേ?
Cost incurred on this project during the year ended 31st December 2005 എത്രയാണ്? 34,000. What amount should be expensed to SOPL and other comprehensive income of Merlett Company in respect of project A in the year ended 31st December 2005? ഇതൊരു ഡിഫക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, കാരണം നിങ്ങളോട് ഏതാണ് പീരീഡ് എന്ന് പറയുന്നില്ല. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്ന പീരീഡ് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളോട് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്യാണ് 34,000 മൊത്തം എന്ത് ചെയ്യാണ്, റിസർച്ചായിട്ട് കൂട്ടിയിട്ട് SOPLോട്ട് ഇടുകയാണെന്ന് പറയാം. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഇത് ക്വസ്റ്റ്യൻ ഡിഫക്റ്റ് കാരണമാണ്, ഇവിടെ നിങ്ങളോട് സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഏത് ഡേറ്റിനാണ് റിസർച്ച് നടക്കുന്നതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ മുന്നേ ഉള്ളത് മൊത്തം എന്താണ്, റിസർച്ച് എക്സ്പെൻസാണ്. അപ്പം അത് മൊത്തമായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ SOPL എടുക്കുക. അണ്ടർസ്റ്റുഡ്? ചിലപ്പം ടൈം പോർഷൻ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. മേ ബി റിസർച്ച് നടക്കുന്നത് 1st January തൊട്ടിട്ട് ജൂൺ വരെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, 6 months ടൈം പോർഷൻ ചെയ്യും കോസ്റ്റിൻ്റെ മുകളിൽ. എന്നിട്ട് ബാക്കിയുള്ള ബാലൻസ് എന്ത് ചെയ്യും, നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യും. കെപ്ലാനിൽ ഏറെക്കുറെ ക്വസ്റ്റ്യൻസിന് ചെറിയ ചെറിയ ഡിഫക്ട്സ് ഉണ്ടാവും. അതുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തിരിയും, ആൻസറും ക്വസ്റ്റ്യനും മാച്ച് ആവില്ല. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇത് അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡൗട്ടുള്ളപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരും. ഇപ്പം ഏകദേശം എന്തെല്ലോ കുട്ടികൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എനിക്കറിയാം ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ഡിഫക്റ്റ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, BPPയിൽ മിക്കവാറും പെർഫെക്റ്റ് ആയിരിക്കും. കെപ്ലാൻ ഇപ്പം ഈ ഇടയായിട്ടാണ് അങ്ങനെ, പണ്ടൊന്നും ഉണ്ടായിട്ടില്ല. BTക്ക് അങ്ങനെയാണോ? BTക്ക് ക്വസ്റ്റ്യൻസ് വ്യത്യാസം ഉണ്ടായിനാ, തെറ്റുണ്ടായിനാ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ CBSEൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, NCERT. അതിലെല്ലാം ഒന്നിക്കൽ കുരുക്കളഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്കോർത്താം. അതേപോലെ തന്നെ കപ്ലാന് അങ്ങനെ ആ ഒരു ചൊല്ലറിയില്ല, കുരുക്കളഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്കോർത്ത് അറിയില്ല. അതന്നെ ആ സാധനം. ഇവിടെ നിങ്ങൾക്ക് ഒന്നുമില്ല, ജസ്റ്റ് 34,000 മാത്രം, ആ ഒരു എമൗണ്ട് മാത്രമേ ഇടുള്ളൂ. വേറെ എന്തെങ്കിലും എമൗണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈം പീരീഡ് കാണുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്കാണ്. അടുത്തത് 213. റെഡി? ഇതും ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ പറ്റിയിട്ടാണ്. റിസർച്ച് കോസ്റ്റ് ഷുഡ് ബി എക്സ്പെൻസ് ടു SOPL. അല്ലടോ, ഇപ്പം പറഞ്ഞ സാധനം. ഓൾ ടൈപ്പ് ഓഫ് ഗുഡ് വിൽസ് ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ്. പറ്റുമോ? ഇല്ല, എക്വിസിഷൻ്റെ ഗുഡ് വില്ല് മാത്രമാണ്. ക്യാപിറ്റലൈസ്ഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ദാറ്റ് നോ ലോങ്ങർ മീറ്റ് ദ ക്രൈറ്റീരിയ സ്പെസിഫൈഡ് ബൈ IAS 38 മസ്റ്റ് ബി റിട്ടൺ ഓഫ് ടു SOPL. വേണ്ടേ? അല്ലേ? ട്രൂ ആണ്. അല്ല എന്ന് പറയുന്ന കാര്യം പിന്നെ റിട്ടേൺ ഓഫ് ചെയ്യണ്ടോ? ഓക്കെ. അടുത്തത് ക്യാപിറ്റലൈസ്ഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആർ. എടാ നജ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സൗണ്ട് എത്തുന്നുണ്ടോ? Capitalized development costs are amortized from the date of the asset is available to use or sell. True അല്ലേ? ട്രൂ അല്ലടോ, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ട്രൂ അല്ലേ? ക്യാപിറ്റലൈസേഷൻ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യും പ്രൊഡക്ഷൻ തുടങ്ങിയാൽ. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ആ ടൈം മുതൽ അതിന് എമോർട്ടൈസേഷൻ കാണിക്കാൻ തുടങ്ങും. റിസർച്ച് കോസ്റ്റ് റിട്ടേൺ ഓഫ് ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ് വെൻ ദ ഡെവലപ്മെൻറ്റ് അസറ്റ് ഈസ് ഫീസിബിൾ. റിസർച്ച് കോസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുമോ? നമ്മൾ എപ്പോഴെങ്കിലും റൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, അത് പറ്റില്ല. ഓക്കെ അല്ലേ? ഇനി ഓൺലി പർച്ചേസ്ഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ്. പക്ഷേ എന്തുണ്ട്? എക്സെപ്ഷൻ പഠിച്ചിട്ടില്ലേ? അപ്പം അതും തെറ്റല്ലേ? അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേടോ? ഡൗട്ടില്ലല്ലോ? അടുത്തത് 240. അതേപോലെ ഒന്ന് പറയാൻ വിട്ടുപോയി, നമ്മൾ നേരത്തെ 183 ചെയ്തിട്ടില്ലേ, അതിൽ ഒരുപാട് എലിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് ക്യാരിയിങ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും,
ഡിസ്പോസൽ ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ്റെ ക്യാരിങ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പിന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ഫോർ ദ ഇയർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 5 ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഒരു സെനേറിയോ വെച്ചിട്ട് അത് തരാം. മനസ്സിലായോ? ഈ 3 അക്കൗണ്ടെല്ലാം ആക്കേണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെനേറിയോയിൽ 5 ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ഡോ? ഓക്കെ. ആരെടുത്താ പാമുള്ളേ? ഗിവ് മീ, തരൂ. എടേ ഇതുണ്ടായിട്ട് ഇത്ര സമയം ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഇത്ര സമയം ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടിട്ടില്ല. വാട്ട് ഗേൾ. ഓക്കെ 214 നോക്കാ. Merlett Company. No, thank you. Merlett Company is engaged in a number of research and development projects during the year ended 31st December 2005. അല്ലേ? Merlett Company തന്നെയാണ്. നേരത്തെ തെറ്റല്ലേ. പ്രോജക്റ്റ് ബി എന്താണ്? a project to develop a new process which will save production time in manufacture of widgets. This project commenced on 1st January 2005. 1st January 2005 and met the capitalization criteria on 31st 2005. The cost incurred during 2005 was 7,870 to 31st August and 27800 from 1st September. What amount should be expensed to SOPL and the other comprehensive income? അപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. ഇവിടെ രണ്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. റിസർച്ചിൽ എത്രയാണെന്നും കണ്ടുപിടിക്കാം, ക്യാപിറ്റലൈസ്ഡ് എമൗണ്ട് എത്രയാണെന്നും കണ്ടുപിടിക്കാം. എപ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ആവുക? പ്രൊഡക്റ്റ് ആയി ക്രൈറ്റീരിയ മെറ്റ് ചെയ്ത അല്ലേ. ക്രൈറ്റീരിയ ഇവിടെ എപ്പോൾ മീറ്റ് ചെയ്യുന്നത്? 31st August 2005 അല്ലേ. അപ്പോൾ 1st Januaryൻ്റെയും 31st August 2005 ഇടയിലുള്ള മൊത്തം എന്താണ്? റിസർച്ച് എക്സ്പെൻസാണ്. അപ്പോൾ എത്ര മാസം? ജാനുവരി എത്ര മാസമാടാ? കൈ വർക്ക് നോക്കണ്ടേ? എത്രയാണ്? 8 മാസം അല്ലേ. അപ്പോൾ 8 × 8/12 ചെയ്യുക. 7,870 അല്ലടാ. ഓഗസ്റ്റ് വരെ തന്നിട്ടുള്ള എമൗണ്ട് എത്രയാ? 7,870. അപ്പോൾ എത്ര മാസം? 8 മാസത്തെ തന്നെ തന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാം? അത് മൊത്തം എടുത്തിട്ട് SOPLലേക്ക് ഇടും. ക്ലിയർ? ഓക്കെ അല്ലടോ? കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇത്ര ഈസി വരില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി കൂട്ടിയ എമൗണ്ട് ഉണ്ടാവുക. അതിൽ നിങ്ങൾ എടുത്തിട്ട് ടൈം അപ്പോഷൻ ചെയ്യണം. അങ്ങനെയാണ് എമൗണ്ട് ഉണ്ടാവുക കേട്ടോ. അത് 2 രീതിയിൽ ചോദിക്കാം. 12 months പീരീഡിൻ്റെയും ചോദിക്കാം. സെപ്റ്റംബർ വരെ ഇത്രയാന്ന് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തരാം. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ വരെ ഉള്ളതാണ് ടോട്ടൽ മന്ത്സ് വരിക, 12 months അല്ല. അവിടെ ഇപ്പം പറഞ്ഞതായിരിക്കും കത്തീന, കത്തൂലല്ലോ, അപ്പത്തേക്ക് വർത്താനം പറയാൻ തുടങ്ങിയില്ലേ. അതായത് 2 പീരീഡ് വരാം. ഒന്നിക്കിൽ 12 monthsന്റെ ആയിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യും? അതിന് 12 monthsനെ അപ്പോഷൻ ചെയ്യും. അല്ലെങ്കിൽ സെപ്റ്റംബർ വരെയുള്ള മാസമാണെങ്കിൽ ആ സെപ്റ്റംബർ വരെ എത്ര മാസം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ റിസർച്ച് എക്സ്പെൻസിൻ്റെ പീരീഡ്. മനസ്സിലായോ? ടോട്ടൽ 12 months ആയിരിക്കില്ല എന്നർത്ഥം. ഓക്കെ, 2 രീതിയിലും വരാം. ഇത്ര ഈസി എന്തായാലും വരൂലേ. ദിസ് ഈസ് ടു ഈസി. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എടാ മാറിയടാ, ആദ്യം തെറ്റല്ലേ കുട്ടി. വാട്ട് ഗേൾ. ഇനി അടുത്തത് 2015. Merlett Company is engaged. Merlett Company is engaged in number of research and development projects during the year ended 31st December 2005. Project C ആണ്. A development project which was completed on 30th June 2005. Development cost incurred up to 31st December 2004 were 290,000.
with a further 19,800 incurred between January and June 2005. Production and sale of the new product commenced on 1st September and are expected to last 36 months. What amount should be expensed to SOPL and other comprehensive income of Merlett Company in respect of year end 31st December 2005? ഒട്ടാകെ ടോട്ടൽ എത്ര മന്ത്സ് ഉണ്ട്? 36 മന്ത്സ്. പൊതുവേ യൂസ്ഫുൾ ലൈഫ് എന്തിലാ തരിക? ഇയേഴ്സിൽ. ഇവിടെ 36 മന്ത്സ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. മനസ്സിലായോ? പൊതുവേ ഇയേഴ്സിലല്ലേ തരിക. ഇവിടെ 3 ഇയേഴ്സിലൊന്നും മാറ്റണ്ട, കാരണം മന്ത്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ തുടങ്ങുന്നത് എപ്പോഴാ? ഡിസംബർ 2004 എവിടെ വരെ ഉണ്ട്? ജൂൺ 2005 വരെ അല്ലടോ. ഡിസംബർ തൊട്ടിട്ട് ജൂൺ 2005 വരെ. അപ്പൊ എമോർട്ടൈസേഷൻ എക്സ്പെൻസസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? Development cost incurred up to 31st December 2004 were 290,000 with a further increase of 19,800. 290 plus 19,800 എത്രയാ? വേഗം. ടോട്ടൽ ഇൻടാൻജിബിൾ അസറ്റ്സ് എത്രയാണെന്നാ ചോദിക്കുന്നത്. വേഗം പറ. എത്രയാണ് ടോട്ടൽ? 290 പ്ലസ് 19.8 309,800 അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കാം. ഇതില് ഡിസംബർ 2005 വരെയുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലേ? സെയില് കമന്റ് ചെയ്തത് എപ്പോഴാ? ഇവിടെ ശ്രദ്ധിക്കടാ. സെയിൽ എപ്പോഴാ കമന്റ് ചെയ്തേ? പോണോ? ആ, അപ്പൊ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് അർത്ഥല്ലേ? അപ്പൊ എപ്പോഴാ എമോർട്ടൈസേഷൻ തുടങ്ങാ? സെപ്റ്റംബർ തൊട്ട്. ചടിയാൻ തരും. ഓക്കെ, സെപ്റ്റംബർ തൊട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പൊ സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെ എത്ര മാസം? ഓക്കെ, അപ്പൊ 309,800 ഇൻറ്റു 4/12 ആണോ ചെയ്യാ? അടി ഞാൻ തരും. എടാ യൂസ്ഫുൾ ലൈഫ് എത്രയാ? 36 മന്ത്സ്. ഇയർ ആണോ? അല്ല. ഇയർ ആണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്ത പോലെ 4/12 നമുക്ക് ചെയ്യാന്ന് വിചാരിക്കാം. എന്നാലും തെറ്റാണ് കേട്ടാ. അപ്പൊ 36 മന്ത്സ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണ്ട. ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 36. ഔട്ട് ഓഫ് ദ 36 മന്ത്സ് നമ്മൾ ഡിപ്രീസിയേഷൻ എത്ര മന്ത്സിനാണ് കാണിക്കുന്നത്? 4 മന്ത്സിനാണ് ഇക്കൊല്ലം കാണിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇതിപ്പോ ഒന്നിച്ച് 171 റെക്കോർഡ് ചെയ്താൽ നമുക്ക് ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഞാൻ പറയട്ടെ, 171 മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കിക്കോ.
ഓക്കെ, ശ്രദ്ധിക്കടോ. ഇത് വേറൊരു ചാപ്റ്ററിലെ ചെറിയൊരു പാർട്ടിയിൽ ഉണ്ടെന്നേ ഉള്ളൂ. കൺട്രോൾ ലെജർ അക്കൗണ്ട്സിലെ ചെറിയൊരു ജനറൽ ലെജർ പാർട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിലുള്ള അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും നമ്മൾ. ഒന്ന് ജനറലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ അസറ്റിന്, പിന്നെ നോൺ കറണ്ട് അസറ്റ് രജിസ്റ്റർ. ഓക്കെ, അപ്പം NCA രജിസ്റ്ററും ഉണ്ട്, NCA അക്കൗണ്ടും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 171 ഫസ്റ്റത്തെ ക്യാരിയിങ് ബാലൻസ് എന്തിൻ്റെ മുകളിലാണ്? രജിസ്റ്ററാ. അപ്പോൾ രജിസ്റ്ററിൻ്റെ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ലാസ്റ്റ് ആ ലെസൻ്റെ ലാസ്റ്റ് പഠിച്ചിട്ടില്ലേ, നെറ്റ് എമൗണ്ടാണ്. അതായത് ഡിപ്രീസിയേഷൻ എല്ലാം കഴിച്ചിട്ട് നെറ്റ് എമൗണ്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായത് അല്ലേ? അതിൽ ഡൗട്ടില്ലല്ലോ. ബാക്കോട്ടേക്ക് നീക്കിയിട്ട് കാണിച്ചു തരുമല്ലോ, മറിച്ച് നോക്കിക്കോ. 85,600. ഇനി ജനറൽ ലെഡ്ജറിൽ എങ്ങനെയാണ്? ക്യാരിയിങ് വാല്യൂവിലാണോ ഉണ്ടാവുക? നിങ്ങളിപ്പോൾ NCA ചെയ്തതിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അവിടെ എടുത്തിട്ടുണ്ടായിനാ? ഇല്ല. അപ്പം നെറ്റ് എമൗണ്ട് കിട്ടാൻ വേണ്ടി എന്ത് വേണം? ഡിപ്രീസിയേഷൻ തട്ടിക്കിക്കണം. അത് മനസ്സിലായിനാ? എടാ, നമ്മൾ നേരത്തെ അസറ്റ് അക്കൗണ്ട് ആക്കിയാൽ ഡിപ്രീസിയേഷൻ എടുത്തിനോ ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇല്ല. അപ്പോൾ ഇതിൽ ഡിപ്രീസിയേഷൻ ഇല്ല. ആ 185,000 എന്ന് പറയുന്നതിൽ എന്തില്ല? ഡിപ്രീസിയേഷൻ ഇല്ല. പക്ഷെ നമുക്ക് ക്യാരിയിങ് വാല്യൂ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എടുത്ത് കളഞ്ഞാൽ പോരെ. ഓക്കെ, അപ്പം എത്രയാ പറയടാ? 185 55 കുറക്ക്. ഇത് രണ്ടും ഈക്വൽ ആയിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണ്? ഇത് രണ്ടും ഈക്വൽ അല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 4 സെനേറിയോ തന്നിട്ടുണ്ട്. ആ 4 സെനേറിയോയിൽ ഏതാണ് ഇതിനെ ഈക്വൽ ആക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഡിസ്ക്രിപ്പൻസി എവിടെയാണ് പോയിപ്പിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കും. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താ? ആക്ച്വലി എത്ര എമൗണ്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്? നിങ്ങളെന്താ കാൽക്കുലേഷൻ ഇത്ര സമയം? എത്ര? അല്ലേ? ഇതിൽ ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ല. ഇപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റത്തെ സിറ്റുവേഷൻ, ദ omission of an addition of land costing 30,000 from ledger account and the omission of the disposal of an asset from the register. Okay, ഡിസ്പോസൽ ഇങ്ങനെ തന്നിട്ടുള്ള നെറ്റ് എമൗണ്ട് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയും 11,400 ആണ്, ഇഫ് ഐ എം റൈറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ എവിടെ കൂടണോ? ഇവിടെ എത്ര കൂടും? 30,000 കൂടും. കാരണം ലെഡ്ജറിന് എടുത്ത് കളഞ്ഞെന്നാ പറയുന്നത്. ഇവിടെ എത്ര കുറയണോ? ഇവിടെ എത്ര കുറയണോടാ? 14,400. ഇത് എ ഈക്വൽ ആവോ? 85,600 മൈനസ് ആക്കി 130,000 30,000 ആഡ് ആക്കിയാലും ഡിസ്ക്രിപ്പൻസി ഇപ്പോഴും ഇല്ലേ? ഓക്കെ, അവിടെ മനസ്സിലായിനാ? മനസ്സിലാത്ത ആള് അധികം സ്ട്രെസ് ആക്കണ്ട കേട്ടാ. 2 ലെസൺ കഴിഞ്ഞാൽ കുറച്ചും കൂടി തിരിച്ചിങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇത് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും കേട്ടാ. ഓക്കെ, അപ്പൊ എ ശരിയാണോ? തെറ്റാ. ബി നോക്കാലോ. ബിയിൽ എന്താ പറയുന്നത്? omission of the revaluation of an asset upwards by 16,600 and depreciation of 20,000 from the ledger account. ഡിപ്രീസിയേഷനും കാണിച്ചിട്ടില്ല. പിന്നെന്താണ്? 16,600 അസറ്റിൻ്റെ വാല്യൂ
അപ്വേർഡ്സ് ആയതും എവിടെ ഇല്ല, ലെഡ്ജർ അക്കൗണ്ടിലില്ല. ആൻഡ് ദ ഒമിഷൻ ഓഫ് ഡിസ്പോസൽ ഓഫ് എൻ അസെറ്റ് വിത്ത് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് 41,000 ഫ്രം ദ രജിസ്റ്റർ. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിയാം. ഇതെന്തായാലും ഈക്വൽ ആവില്ല. നോക്കാല. അസെറ്റ് രജിസ്റ്ററിൽ എത്ര വേണോ? ക്യാരിയിങ് എമൗണ്ട് തന്നെ തന്നിട്ടുണ്ട്. 41,000 മൈനസ് ചെയ്യണം. എടാ ഇനീഷ്യൽ എമൗണ്ട് എപ്പോഴും ഇതാണേ. ഇനീഷ്യൽ എമൗണ്ട് എപ്പോഴും ഇതാ. ഇതിൽ നിന്നാണ് കുറയ്ക്കും കൂട്ടിയും ചെയ്യുന്നത്. അതിനൊരു ചേഞ്ചും ഇല്ലേ. എന്നിട്ട് ഓരോ സെനേറിയോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എടാ ബാക്കിലുള്ളതൊക്കെ തിരിയുന്നുണ്ടാ? മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടാ. ആർക്കില്ല തിരിഞ്ഞോന്ന് കൈ വന്നിച്ചേ? ആകെ 3 ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. ഓക്കെ റെക്കോർഡല്ലേ പിന്നെ കണ്ടേ. 10th എനിക്ക് തോന്നുന്നു 14th ചാപ്റ്റർ മറ്റാണ് കൺട്രോൾ ലെഡ്ജർ. അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ ഓക്കെ. അപ്പൊ ബി സിറ്റുവേഷൻ എന്താ പറയുന്നത്? 41,000 ഡിസ്പോസൽ ഒമിറ്റ്. 41,000 ഡിസ്പോസൽ എവിടുന്ന് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്? എത്ര ഉണ്ടാവാ? ഒരു മിനിറ്റ്. അടച്ച വരാം. അടുത്തേക്ക് തിരിച്ചു വരാം. ഇപ്പുറത്ത് എത്രയാണ്? റീവാലുവേഷൻ അസെറ്റ് 16,600 കൂടി ഡിപ്രീസിയേഷൻ എത്ര കുറച്ചു? 20,000 ഡിപ്രീസിയേഷൻ ആൻഡ് ദ ഡിപ്രീസിയേഷൻ ചാർജ് ഫ്രം രണ്ടും ഒമിറ്റ് ചെയ്തെന്നല്ല പറയുന്നേ. അപ്പൊ എത്ര നെറ്റ് എഫക്റ്റ് പറഞ്ഞേ? മൈനസ് എത്രയാ വരാ? കൂടുന്നത് 16,600 ഉള്ളൂ, കുറയുന്നത് 20,000 ഉണ്ട്. അപ്പൊ എത്ര അഡീഷണലി മൈനസ് ചെയ്യണം? 16,600 അപ്പൊ 400 അല്ലേ? മൈനസ് 400 അല്ലേ നെറ്റ് എഫക്റ്റ്? എടാ കൂടുന്നത് എത്രയാ? സാബിത്തിനല്ലേ കിളിപോയി. 16,600 കൂടുന്നത് അല്ലേ? കുറക്കുന്നത് എത്രയാ? 20,000. അപ്പൊ നെറ്റ് എഫക്റ്റ് എത്രയായിരിക്കും? മൈനസ് 400 ആയിരിക്കും അല്ലേ? ഞാനിവിടെ നെറ്റ് എഫക്റ്റ് നോക്കി. എന്നാൽ പോട്ട് എന്നാൽ നെറ്റ് എഫക്റ്റ് നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ നോക്കിക്കോ. 16,600 ആഡ് ചെയ്യും. എത്രയാ മൈനസ് ചെയ്യുന്നത്? 20,000. ഈക്വൽ ആവോ? ഇല്ല. അപ്പൊ ഇതുമല്ല ആൻസർ. അണ്ടർസ്റ്റുഡ്? ഞാനിത് ഈക്വൽ ആവുമെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? 85,600 കൂടെ 41,000 മൈനസ് ചെയ്താൽ, അതേപോലെ 130,000 കൂടെ 16,600 മൈനസ് പ്ലസ് ചെയ്ത് 20,000 മൈനസ് ചെയ്താൽ ഈ രണ്ട് ബാലൻസ് ഈക്വൽ ആവുമെന്ന് ചോദിക്കുന്നു. ഈക്വൽ ആവൂലോ. ഇനി സി നോക്കാലോ. The omission of the disposal of an asset. The omission of disposal of an asset register from ledger account 25,600 11,200. നെറ്റ് എഫക്റ്റ് എത്രയാണ്? ക്യാരിയിങ് വാല്യൂ ഡിസ്പോസൽ അക്കൗണ്ടിന്റെ ക്യാരിയിങ് വാല്യൂ എത്രയാ? എന്താടാ 25,600 ഉള്ള ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്ത് അതിന്റെ ഡിപ്രീസിയേഷൻ 11,200 അല്ലേ? അപ്പൊ 14,400 എന്ന് പറയുന്ന അസറ്റ് എവിടെ റിമൂവ് ചെയ്തിട്ടില്ല? ലെഡ്ജർ അക്കൗണ്ടിൽ റിമൂവ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ അത് റിമൂവ് ചെയ്യുമെന്ന് വിചാരിക്കും. 14,400 എന്ത് ചെയ്തു? നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ആൻഡ് ദ ഒമിഷൻ ഓഫ് ദ എഡീഷൻ ഓഫ് ദി അസറ്റ് കോസ്റ്റിംഗ് 30,000 ഫ്രം ദ രജിസ്റ്റർ. 30,000 രജിസ്റ്ററിൽ ആഡും ചെയ്തിട്ടില്ല. ഇപ്പം ബാലൻസ് നോക്കിയേ. 85,600 പ്ലസ് 30,000 എത്രയാ? ഈക്വൽ ആവോ ഇല്ലയോ എന്നൊന്ന് നോക്കിയേ. എത്ര കിട്ടുന്നേ? അപ്പൊ ആൻസർ ഏതാ? സി. എടാ ഇത് കത്തികളെ സംബന്ധിച്ച ഈടെയോ ഗേൾസ് സൈഡ് ആയിരിക്കലും കത്തിനെ? വേറെ ആർക്കും കത്തിച്ചില്ല? അത് ആ ലെസൺ എത്തുമ്പോൾ കുറച്ചും കൂടി തിരിയോ. ഇത് റീകൺസിലിയേഷൻ എന്നാ പറയുക ഇതിന്.
നിങ്ങൾ പണ്ട് ബാങ്ക് റീകൺസിലിയേഷൻ പഠിച്ചിട്ടില്ലേ? ഇത് അസറ്റ് റീകൺസിലിയേഷൻ. മനസ്സിലായോ? ബാങ്ക് റീകൺസിലിയേഷൻ പഠിക്കാത്ത ആളുണ്ട് ഇടാ, നോൺ കൊമേഴ്സ് അല്ലാത്ത ആൾക്കാർ. കോവിഡ് ബാച്ച് ഒന്നല്ലല്ലോ, അപ്പൊ പഠിച്ചിട്ടുണ്ടോ? അതേ സാധനം, പക്ഷെ അസറ്റും അസറ്റ് രജിസ്റ്ററും. ഓക്കെ, ഇവിടെ കോവിഡ് ബാച്ച് കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടോ? ആരല്ലേ? അയ്യോടാ, ഡബിൾ എന്റെ ക്ലാസ്സില് എന്തെങ്കിലും ജേർണൽ എൻട്രി പറയുമ്പോൾ പിള്ളേർക്ക് കത്തൂല, കാരണം കോവിഡ് ബാച്ചാ. ബാങ്ക് റീകൺസിലിയേഷൻ എന്താണെന്ന് അറിയില്ല, കോവിഡ് ബാച്ചാ. എന്തറിയില്ലേന്ന് ചോദിക്കുമ്പോൾ പറയും ഒറ്റ വാക്കിന് ഉത്തരം, ഞാൻ കോവിഡ് ബാച്ച് ആയിരുന്നു എന്ന് പറയും. ഓക്കെ, അടുത്തത് 222. ഹലോ, ആരാണ് സംസാരിക്കുന്നേ? ഇതെല്ലാം യൂട്യൂബിൽ പോവട്ടാ, പിന്നെ ആരും അങ്ങനെ കാണാത്തോണ്ട് കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് 222. എന്റെ മൈഗ്രെയിന് പോയാ ഇനി ഞാൻ എല്ലാം എടുത്ത് അടിക്കും. 222. ഇനിയും 1/4 മണിക്കൂറുണ്ട്. അവിടെ 222 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. ഓക്കെ, മതി.